അടിപൊളിയായിരുന്നു. എന്തായാലും നിർത്താൻ പറയാൻ തോന്നുന്നില്ല. പക്ഷെ എന്തായാലും നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കണമല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും ഞാനും നിങ്ങളെ പോലെ തന്നെ ഈ വഞ്ചിപ്പാട്ട് ഇങ്ങനെ ആസ്വദിച്ച് വരുമായിരുന്നു. എല്ലാവരും നല്ല താളത്തിൽ അടിപൊളിയായി പാടി. ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം ഇവരുടെ റിസൾട്ട് അത് പ്രൂവ് ചെയ്തിരിക്കുകയാണ് അല്ലേ. ഹയർ സെക്കൻഡറി വിഭാഗം വഞ്ചിപ്പാട്ടിന് 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ് അല്ലേ. അത് തന്നെ നല്ലൊരു കൈഡി കൊടുക്കാം നമുക്ക്. അടിപൊളി. അപ്പോൾ ഇവരുടെ സ്കൂളിൻ്റെ പേര് ഇവർ തന്നെ പറഞ്ഞു തരും. ഏതായിരുന്നു? ഓക്കെ, അടിപൊളി. രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൊകേരിയാണ്. എന്തായാലും പ്രേക്ഷകരും കുറേ സമയമായി നമ്മളുടെ റിസൾട്ടിലൂടെയൊക്കെ കേൾക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇവർ ജസ്റ്റ് 1 പോയിന്റ് വ്യത്യാസത്തിന് സ്കൂൾ തലത്തിൽ 2ാം സ്ഥാനത്തിലാണ് അല്ലേ. എനിക്ക് തോന്നുന്നു 320 മാർക്കോടുകൂടി തൊട്ട് പിന്നാലെ, അതായത് ഫസ്റ്റ് നേടുന്ന സ്കൂളിൻ്റെ തൊട്ട് പിന്നാലെ ഇവരുണ്ട്. ഏത് സമയവും ഫസ്റ്റ് എത്താം അല്ലേ. അപ്പോൾ എന്തായാലും നമ്മളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവരുടെ റിസൾട്ടിനായി. ബിഫോർ ദാറ്റ് നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, എല്ലാവരും ഹയർ സെക്കൻഡറി +1 +2 വിദ്യാർത്ഥിനികളാണ്. നിങ്ങൾ ഏത് ക്ലാസ്, ഐ മീൻ സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, പേരും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി റെഡി അല്ലേ? ഓക്കെ. ദേവ്ന അനിൽ, +1 കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ. മഹാലക്ഷ്മി MV, ഞാൻ ബയോ സയൻസ് +1. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ കുറേ സബ്ജക്ട്സ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഹയർ സെക്കൻഡറിയിൽ ബയോ സയൻസ്, കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് കേൾക്കാം. ഓക്കെ. ദിയ +2 ബയോ സയൻസ്. ഓക്കെ. ശ്രീനിവേദ്യ +2 ബയോ സയൻസ്. കൃഷ്ണേന്ദു രജീഷ് +1 ബയോ സയൻസ്. നിങ്ങൾ ഈ നോർമൽ സയൻസിനെ തന്നെയാണോ ബയോ സയൻസ് എന്ന് പറയുന്നത്? യൂഷ്വൽ, അതായത് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഉള്ള ഓക്കെ, അതിന് ഇത്രയും കോഴ്സുകളുണ്ട്. ഇത് സ്പെസിഫിക്കലി ബയോ സയൻസ്. ഓക്കെ. അഭിനന്ദ +2 ബയോ സയൻസ്. ശ്രേയ +2 ബയോ സയൻസ്. ദേവനന്ദ +2 ബയോ സയൻസ്. നല്ല ചിരിയാണല്ലോ, അടിപൊളിയായി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. മാനസ +2 ബയോ സയൻസ്. നേഹ +2 ബയോ സയൻസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും അധികം ബയോ സയൻസുകാരാണ് അല്ലേ? എന്നാലും അപ്പോൾ എന്തായാലും ആദ്യം തന്നെ നിങ്ങളുടെ കോസ്റ്റ്യൂം ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ആരാ സെലക്ട് ചെയ്തേ? മാഷാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സാറിനെയും കൂടെ, കാരണം ഈ റിസൾട്ടിൽ ഇതേ പങ്കുള്ള ഒരാളാണ് അല്ലേ. ഓക്കെ, സാറിൻ്റെ പേരെന്തായിരുന്നു? 3 ആൾക്കാരുണ്ട്. 3 ആൾക്കാർ ചേർന്നിട്ടാണ്. ഓക്കെ, 4 ആളുണ്ട്. ഓക്കെ, ആരൊക്കെയാണ് സാറുമാരുടെ പേരെങ്ങനെയാ? അഖിൽ, കിരൺ, അഭിരാം. ഓക്കെ, അപ്പോൾ അഖിൽ സാറും കിരൺ സാറും അഭിരാം സാർ അല്ലേ, ഇവർക്കും കൂടെ നമ്മളുടെ ഒരു ഹാർട്ട് ഫെൽറ്റ് കൺഗ്രാറ്റ്സ്. കാരണം അവരെയും കൂടെ എഫേർട്ട് ആണല്ലോ. ഏകദേശം എത്ര നാളെടുത്തു നിങ്ങളിതൊന്ന് പഠിക്കാൻ വേണ്ടി? 1 മാസം. അപ്പം എങ്ങനെ ക്ലാസ്സസ് ഒക്കെ? യൂഷ്വലി നമ്മൾ യൂത്ത് ഫെസ്റ്റിവലിന് പോകുമ്പോൾ പ്രാക്ടീസ് ഒക്കെ കുറേ ആണെങ്കിൽ ക്ലാസ് ഒക്കെ നമുക്ക് ഇതാവും. എങ്ങനെ നിങ്ങൾക്ക് വഞ്ചിപ്പാട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? പാട്ട് 2 ദിവസം കൊണ്ട് പഠിച്ചിന്. ഓക്കെ. ബാക്കി പ്രാക്ടീസ് എങ്ങനെയാ? ക്ലാസ്സസ് എങ്ങനെയായിരുന്നു? വൈകുന്നേരം അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങളുടെ ക്ലാസ്സിന് വലുതായിട്ട് ബാധിച്ചിട്ടില്ല അല്ലേ? ഓക്കെ, അടിപൊളി. അപ്പോൾ എന്തായാലും ഇത് നിങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നില്ല, കാരണം ഇവർ നന്നായി പാടി. ഇപ്പോൾ +2 ആണല്ലേ കുറേ പേര്. അപ്പോൾ കഴിഞ്ഞ തവണ എങ്ങനെയായിരുന്നു നിങ്ങൾ? സ്റ്റേജിൽ പോയിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ ഇത് ഫസ്റ്റ് തവണ അല്ല, കഴിഞ്ഞ തവണയും ഇതേ ടീമായിരുന്നു. ആരെങ്കിലും മാറ്റം ഉണ്ടോ? 3+. അപ്പോൾ അറിയുമ്പോൾ കുറേ +1 +2 ആയതുകൊണ്ട് ഞാൻ ഓർത്തില്ല. അപ്പോൾ 3 പേരും മാറ്റമുണ്ട് അല്ലേ? ബാക്കി 5 ആൾക്കാർ മാറ്റമുണ്ട്. എന്തായാലും ആ കഴിഞ്ഞ പ്രാവശ്യത്തെ ടീമത്തെ കുറേ ആൾക്കാരുണ്ട്. വീണ്ടും നിങ്ങൾക്ക് സ്റ്റേറ്റിൽ ട്രിവാൻഡ്രാണ് അല്ലേ ഇത്തവണ? അപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. റെഡിയാണോ? എക്സൈറ്റഡ് ആണോ? അടിപൊളി. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും നിങ്ങളുടെ കൂടെ ഇപ്പോൾ കുറേ പേര് വന്നിട്ടുണ്ടല്ലോ, ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ടീച്ചേഴ്സ് ആണോ, പാരൻസ് ആണോ? എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അവരുടെ സമയം ഒരുപാട്, അവരുടെ മുഖത്തുള്ള സന്തോഷം കണ്ടാലും നമുക്കറിയാം കുറേ നാളത്തെ അവരുടെയും എല്ലാവരുടെയും കാത്തിരിപ്പായിരിക്കും അല്ലേ. അപ്പോൾ പാരൻസിനും ടീച്ചേഴ്സിനും എല്ലാവർക്കും നമുക്ക് വലിയൊരു താങ്ക്സ് കൊടുക്കാം അല്ലേ. ഇപ്പം എന്തായാലും നമ്മുടെ കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രേക്ഷകരുടെ വകയും ഞങ്ങളുടെ കണ്ണൂർ വിഷൻ്റെ വകയും ഒരു ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ. കഴിഞ്ഞ തവണ A ഗ്രേഡ് ആയിരുന്നു അല്ലേ? അപ്പോൾ ഇത്തവണ നമുക്ക് എന്തെങ്കിലും ഒരു പ്ലേസ് കൊടുക്കണ്ടേ നമ്മുടെ സ്കൂളിന്? ഓക്കെ, അപ്പം നമ്മൾ കുറച്ചും കൂടെ എനർജറ്റിക് ആയി, ഇപ്പം തന്നെ അത്യാവശ്യത്തിലധികം എനർജി ഉണ്ട്, കുറച്ചും കൂടെ നമ്മൾ പാടി നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ കണ്ണൂരിൻ്റെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ മൊകേരിയുടെ, നിങ്ങളുടെ രാജീവ് ഗാന്ധി മെമ്മോറിയൽ സ്കൂളിൻ്റെ പേര് നമുക്ക് സ്റ്റേറ്റ് ട്രിവാൻഡ്രത്ത് കേൾപ്പിക്കാം. ഓക്കെ, റെഡിയല്ലേ? വൺസ് അഗെയിൻ ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, ബൈ. എന്തായാലും കണ്ണൂർ വിഷൻ ഇനിയും കൂടുതൽ വിശേഷമായി നിങ്ങളിലേക്ക് തിരിച്ചു വരും. ടാറ്റാ.